എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ മാത്രം ഒരു മാറ്റമില്ല. എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കാത്തത്? ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ചോദിക്കുന്നതെല്ലാം തരാൻ മടിക്കുന്നവനാണോ ദൈവം? പലപ്പോഴും നമ്മൾ വിചാരിക്കും പോലെ ആയിരിക്കില്ല ദൈവത്തിൻ്റെ പദ്ധതികൾ. കടുത്ത പ്രതിസന്ധികളിലൂടെയും രോഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എനിക്ക് മാത്രം എന്തേ ഈ ദുരിതം? എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാനും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാനും ഒരു നിശ്ചിത വഴിയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു വലിയ ലിസ്റ്റുമായാണ്. രോഗശാന്തി, സാമ്പത്തിക ഭദ്രത, ജോലി, കുടുംബ സമാധാനം, ഇതൊക്കെ ചോദിക്കുന്നത് തെറ്റാണോ? ഒരിക്കലുമല്ല. എന്നാൽ ഭാരങ്ങൾ ദൈവത്തിന് മുന്നിൽ ഇറക്കി വയ്ക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നുപോകുന്നു: ദൈവഹിതത്തിന് കീഴടങ്ങുക എന്നത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് വെറും ഒരു യാചനയായല്ല, മറിച്ച് പൂർണ്ണമായ സമർപ്പണത്തോടെയാണ്. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് മനസ്സ് തുറന്നു പറയാൻ സാധിക്കുന്നിടത്താണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ ശക്തി പ്രകടമാകുന്നത്. നമ്മൾ ചോദിക്കുന്ന പല കാര്യങ്ങളും ആ നിമിഷത്തിൽ നമുക്ക് നല്ലതാണെന്ന് തോന്നാമെങ്കിലും അതിനേക്കാൾ വലിയ ഒരു നന്മ ഭാവിയിൽ ദൈവം നമുക്കായി കരുതി വച്ചിട്ടുണ്ടാകാം. ജീവിതത്തിൽ അത്ഭുതങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ആകാശത്തു നിന്ന് പൊട്ടി വീഴുന്നതല്ല. അതിനാൽ നമ്മുടെ ഭാഗത്തു നിന്നും ചില തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. വിത്തുപാകിയ ഉടനെ കൊയ്ത്തു നടത്താൻ ആർക്കും കഴിയില്ലല്ലോ. അതുപോലെ പ്രാർത്ഥനയ്ക്കും ഒരു കാത്തിരിപ്പിൻ്റെ സമയമുണ്ട്. അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള ആദ്യ പടി വിശ്വാസമാണ്. സംശയത്തോടെ ചോദിക്കുന്ന ഒന്നിനും ഉത്തരം ലഭിക്കില്ല. രണ്ടാമതായി ക്ഷമയും കാത്തിരിപ്പും. നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയമാണ് പ്രധാനം. മൂന്നാമതായി കൃതജ്ഞതയോടെ ദൈവം ഉള്ളതിനെ ഓർത്ത് നന്ദി പറയാൻ പഠിക്കുമ്പോഴാണ് ഇല്ലാത്തവ നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ അത് തന്നെ ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമായി കാണാൻ നമുക്ക് സാധിക്കണം. ദൈവം ആരെയും കൈവിടില്ല എന്ന ഉറപ്പാണ്. പലപ്പോഴും മനുഷ്യൻ പരാജയപ്പെട്ടിടത്താണ് ദൈവം തൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. മെഡിക്കൽ സയൻസ് പോലും കൈയൊഴിഞ്ഞ രോഗങ്ങളിൽ നിന്നും ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയ തകർച്ചയിൽ നിന്നും മനുഷ്യൻ ജീവനോടെയും സന്തോഷത്തോടെയും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രാർത്ഥനയുടെ അദൃശ്യമായ ശക്തിയുണ്ട്. നമ്മുടെ കണ്ണീരും പ്രാർത്ഥനകളും ദൈവം കാണുന്നുണ്ട്. എന്നാൽ ഭയവും ആശങ്കയും നമ്മുടെ പ്രാർത്ഥനകളുടെ ശക്തി കുറയ്ക്കുന്നു. അതുകൊണ്ട് ഭയത്തോടെയല്ല, മറിച്ച് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയും ആത്മീയ ശാന്തതയോടെയും വേണം ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാൻ. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയോ നിരാശയിലൂടെയോ കടന്നു പോകുന്ന വ്യക്തിയാണോ? എങ്കിൽ ഓർക്കുക, നിങ്ങളുടെ പ്രാർത്ഥനകൾ പാഴായി പോകുന്നില്ല. ഹൃദയം തുറന്ന് വിശ്വസ്തയോടെ ദൈവത്തോട് അപേക്ഷിക്കൂ. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കാം. ആമേൻ.